വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മഹേന്ദ്രനാണെങ്കിൽ ജോണിനോട് പറയുന്നുണ്ട്, കളക്ടർ വരുന്നതിന് മുമ്പ് പരുത്തിക്കുന്ന് കോളനിയുടെ കേസ് ഒന്ന് സെറ്റിൽ ചെയ്യണം, അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ താനങ്ങോട്ട് ചെയ്യുമെന്ന് പറയുകയാണ്. അന്നേരം അത് ഞാൻ ചെയ്ത് തന്നിരിക്കാം, കളറിൻ്റെ കയ്യിലല്ലേ ചാവി ഏൽപ്പിച്ചിരിക്കുന്നത്, പിന്നെ കളക്ടർ ഇല്ലാത്തപ്പോൾ ചാർജ് എനിക്കുമാണ്, അതുകൊണ്ട് ആ കാര്യം സാറ് വിഷമിക്കേണ്ട, ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അതിനുശേഷം ജോൺ അബ്രഹാം ആണെങ്കിൽ അനുപല്ലവി ഫോൺ ചെയ്ത് കളക്ടറുടെ ക്യാബിൻ്റെ താക്കോൽ വേണമെന്ന് പറയുന്നുണ്ട്. അന്നേരം കളക്ടർ ലീവിലാണെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് പേപ്പർ നോക്കാനാണ്, കളക്ടർ ലീവിലാണെന്ന് കരുതി കാര്യങ്ങൾ നടക്കണമല്ലോ, എനിക്കല്ലേ ചാർജ്, പിന്നെ ഞാൻ എന്താ വേണ്ടത്, അനു തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മുകളിലുള്ളവരോട് പറയേണ്ടി വരുമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ശാലിനി മേഡത്തെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ് അനുപല്ലവി. അന്നേരം പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞ് ജോൺ ഫോൺ വെക്കുന്നുണ്ട്. അനുപല്ലവി തുടർന്ന് ശാലിനി രണ്ട് മൂന്ന് തവണ ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ശാലിനി ഫോൺ എടുക്കുന്നില്ല. അന്നേരം അനു ആകെ ടെൻഷൻ ആവുകയാണ്, എന്ത് പറയുമെന്നുള്ളത്. അന്നേരം കാത്തിരുന്ന പോലെ വീണ്ടും ജോൺ ആണെങ്കിൽ വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ അനുവിൻ്റെ താളത്തിനനുസരിച്ചല്ല ജോലി ചെയ്യേണ്ടത്, എനിക്ക് താക്കോൽ വേണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ താക്കോൽ കീ കൊണ്ടുവരാൻ സാർ എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി ആണെങ്കിൽ കീ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ക്യാബിൻ തുറക്കുന്നുണ്ട്. എന്നിട്ട് അനുപല്ലവിയും കൂടെ ചെല്ലുന്നുണ്ട്. അന്നേരം എനിക്ക് കുറച്ച് പേപ്പർ നോക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഫയൽ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ എടുത്തു തരാമെന്ന് അനുപല്ലവി പറയുന്നുണ്ട്. അന്നേരം അതിൻ്റെ ആവശ്യമില്ല, റിസർവേയുടെ കുറച്ച് പേപ്പറാണ്, ഞാൻ നോക്കിയെടുത്തോളാം, അനുപല്ലവി പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അന്നേരം അത് കമ്പ്യൂട്ടറിലുണ്ട്, ഞാൻ ഓപ്പണാക്കി തരാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അനു പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അന്നേരം അനുപല്ലവിക്ക് സംശയം തോന്നുന്നുണ്ട്. അനുപല്ലവി മടിച്ച് നിൽക്കുമ്പോൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ജോൺ ദേഷ്യപ്പെടുകയാണ്. അനുപല്ലവി മടിച്ച് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഡോറിനടുത്ത് എത്തിയിട്ടും തിരിഞ്ഞ് നോക്കുമ്പോൾ പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. എന്നാൽ അനുപല്ലവി ടെൻഷനോടെ അങ്ങ് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ജോൺ ആണെങ്കിൽ ആ പരുത്തിക്കുന്ന് കോളനിയുടെ പേപ്പർ അവിടെ മൊത്തം ഇങ്ങനെ പരിശോധിക്കുകയാണ്. ഇതേ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ഉമ്മറത്തിരുന്ന ശാരികയുടെ തലയിൽ പേൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്യാമയാണെങ്കിൽ. അന്നേരം ശാരദാമ്മ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എൻ്റെ തലയിൽ കൂടി ഒന്ന് നോക്കടി, ചില നേരത്ത് ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ തലയൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അന്നേരം ഇതൊന്ന് കഴിയട്ടെ അമ്മയെന്നിങ്ങനെ ശാരിക പറയുന്നുണ്ട്, എൻ്റെ തലയിൽ നോക്കുകയല്ലേ എന്ന്. അന്നേരം അല്ലെങ്കിലും കാര്യത്തിന് സഹായത്തിന് ഒരു മക്കളും കൂടെ ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട, ഒരു സഹായത്തിന് ആൺമക്കൾ ആൺകുട്ടി ഇല്ല എന്നുള്ള അമ്മ ഓർത്ത് വേണം പറയാൻ, പിന്നെ നമ്മളെ കാണുകയുള്ളൂ, ചിലപ്പോൾ കളക്ടർ മോള് പോലും കാണില്ല എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയൊന്നും നീ പറയണ്ട, പിന്നെ എൻ്റെ മരുമക്കൾ ഇപ്പോൾ രാജീവിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമേ ഒരു സഹായമില്ലാതെ ഉള്ളൂ, മറ്റ് രണ്ടുപേരും നല്ലതുപോലെയാണ് എന്നെ സ്നേഹിക്കുന്നത്, പ്രത്യേകിച്ച് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് രോഹിത് തൊട്ട് മോശമൊന്നുമല്ല, എന്നോട് സ്നേഹത്തിൽ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഒരുപാട് സ്നേഹിക്കും, സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നില്ല എന്നിങ്ങനെ ശ്യാമ കുറ്റപ്പെടുത്തുകയാണ്. അന്നേരം അത് നിൻ്റെ പിടിപ്പുകേട്, കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പെണ്ണുങ്ങൾ തന്നെയാണ്, സഹിച്ചും ക്ഷമിച്ചും ഒക്കെ കാലത്തിനൊത്ത് നമ്മൾ ജീവിക്കണം, അതിപ്പോൾ തിരിഞ്ഞു നടന്ന വഴികൾ പിന്നെ വന്ന് പൂർണ്ണമാക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മ പഴംപുരാണം പറഞ്ഞു എന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് പറയുമെന്ന് പറഞ്ഞ് ശാരദാമ്മ സങ്കടം എന്ന പോലെ അങ്ങോട്ട് പറയുകയാണ്. അന്നേരം ശാരിക ചോദിക്കുന്നുണ്ട്, അപ്പോൾ അമ്മ പറയുന്നത് ഇവള് രോഹിത്തിൻ്റെ മുന്നിൽ തോക്കണമെന്നാണോ? അന്നേരം നീ പിന്നെ രാജീവിൻ്റെ മുന്നിൽ ജയിച്ച് നിൽക്കുകയല്ലേ, നിനക്ക് പറയാനായിട്ട് യാതൊരു അവകാശവുമില്ല, ജയിച്ച് നിൽക്കുന്നവർക്കാണ് പിന്നീട് മറ്റുള്ളവർ ഉപദേശിക്കാനും തിരുത്താനും ഒക്കെ അവകാശവും സ്ഥാനവും ഉള്ളത്, അല്ലാത്തവർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല എന്നിങ്ങനെ ശാരികയെ അടച്ചങ്ങ് ശാരദാമ്മ ആക്ഷേപിക്കുന്നുണ്ട്. പിന്നെ ശാരിക ഒന്നും മിണ്ടുന്നില്ല. അന്നേരം ശ്യാമ ചോദിക്കുകയാണ്, അപ്പോൾ അമ്മ പറയുന്നത് ഞാൻ രോഹിത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്നാണോ? അന്നേരം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ആലോചിക്കാനുള്ള സമയമായി, അത്രയും ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുകയാണ്. ഈ സമയത്താണ് കുറുപ്പ് സാർ ഇങ്ങനെ ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അന്നേരം കുറുപ്പ് സാർ ഇങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരിങ്ങനെ ശാരികയുടെ തലയിൽ ഇങ്ങനെ ശ്യാമ പേങ്കൊന്നു കൊടുക്കുന്നതും ശാരദാമ്മ അടുത്തിരുന്ന് കാര്യം പറയുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് വരുന്നത്. അന്നേരം ഒരു കുടുംബത്തിൽ നമ്മുടെ സമൂഹത്തിൽ അന്യം നിന്നുപോയ ഒരു ഒത്തൊരുമയാണ് രീതിയാണ് ഇപ്പോൾ ഞാൻ കണ്ടത് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ മൊബൈൽ ഫോൺ നമ്മുടെ തലമുറയെ കാർന്നു തിന്നതിന് ശേഷം ഇങ്ങനെ ഒരു കാഴ്ച അന്യമാണ്, ഒത്തുകൂടിയെന്ന് എല്ലാവരും കാര്യം പറയുന്നതും ഇതൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറയുകയായിരുന്നു എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ചായ കുടിക്കാൻ ഇറങ്ങിയതാണോ എന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു ചായയും കുടിക്കണം, പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ സാറകത്തേക്ക് കയറുമെന്നും പറഞ്ഞ് ഉമ്മറത്തേക്ക് കയറിയിരിക്കുന്നുണ്ട് കുറുപ്പ് സാറ്. അന്നേരം ഇവരുടെ കാര്യം എന്താ ഈ തീരുമാനം ചോദിക്കുന്നുണ്ട്. ശാരികയുടെ കാര്യമാണെങ്കിൽ കോടതി തീരുമാനിക്കും, പക്ഷേ ശ്യാമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണ്ടേന്ന് ചോദിക്കുകയാണ്. ശാരികയും ശ്യാമ ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം ശാരദാമ്മ അങ്ങോട്ടത്തേക്ക് ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഇവരുടെ മനസ്സിനകത്ത് കയറിയെന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നും എന്നെ കൊണ്ട് കഴിയില്ലല്ലോ, ഞാൻ പറയാവുന്നതൊക്കെ പറഞ്ഞു നോക്കിയിട്ടുണ്ട്, ഇനി അവർ തീരുമാനിക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം കുറുപ്പ് സാർ പറയുന്നുണ്ട്, ശ്യാമയ്ക്ക് തിരികെ
അവിടേക്ക് പോകാനായിട്ട് ഇപ്പോൾ ഒരു അവസരം വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ എന്താ ചോദിക്കുമ്പോൾ രോഹിതിന് എവിടെന്നോ നന്നായിട്ട് അടി കിട്ടിയെന്നാണ് കേട്ടത്. മില്ലിൽ എവിടെയോ പണം പിരിക്കാൻ പോയപ്പോഴാണ് അടി കിട്ടിയത്. നല്ല ശരിക്ക് കിട്ടിയെന്ന് കേട്ടു. പിന്നീട് വിഷ്ണു ചോദിക്കാൻ ചെന്നെന്നോ തിരിച്ചു കൊടുത്തെന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടു. അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് തിരിച്ച് നമ്മൾ ചെന്ന് അന്വേഷിച്ചാലേ അറിയത്തുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ ചെന്ന് കയറുമ്പോൾ ആർക്കും ഒന്നും പറയാനും പറ്റില്ല. ആ സൗന്ദര്യ പിണക്കമൊക്കെ അതിലങ്ങ് പോകുമെന്ന് കുറുപ്പസാറ് പറയുമ്പോൾ ശ്യാമ ആകെ അങ്ങ് ഒരു ടെൻഷൻ ആവുന്നുണ്ട്. രോഹിത്തിന് അടി കിട്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ അന്നേരം ശാരദാമ്മ ആ ഒരു തലേദിവസം കണ്ട സ്വപ്നം എങ്ങനെ ആലോചിക്കുകയാണ്. അന്നേരം വെറുതെ അല്ല ഞാൻ വിഷ്ണുവിനെ സ്വപ്നം കണ്ടതെന്ന് പറയുമ്പോൾ ചില ആപത്തുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്വപ്നമായിട്ട് ഇങ്ങനെ വരുന്നത് എന്നിങ്ങനെ, അതുകൊണ്ട് അതൊക്കെ മറക്കുകയും പൊറുക്കുകയും വേണം, എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറയുകയാണ്. ഇനി ഒരു ചായ ആവാന്ന് പറയുമ്പോൾ ശാരിക ചായ എടുക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാരിക അകത്തേക്ക് കയറിയിട്ട് ശ്യാമ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ശ്യാമയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം കുറുപ്പ് സാർ വീണ്ടും പറയുന്നുണ്ട് കുടുംബാകുമ്പോൾ സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ അതിൻ്റെ ഒരു ഓളത്തിലും താളത്തിലും ഒക്കെ ഇങ്ങ് പോകും, എന്നാലേ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം അകത്തേക്ക് കയറിയ ശാരിക ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഈ ഒരു സമയത്ത് ഞാൻ ചെന്നില്ലെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ അത് നിനക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞത് കേട്ടില്ലേ, ഏതോ മില്ലിൽ പണം പിരിക്കാൻ പോയപ്പോൾ ആ ഒരു ഇതിനെ ചൊല്ലിയല്ലേ നീ ഇവിടെ വന്ന് നിന്നത്, പിന്നെ നീ ഇപ്പോൾ അങ്ങോട്ട് കയറി ചെന്നാലും നീ ഇവിടെ വന്ന് നിന്നതും ഇത്രയും നാൾ നിന്നതും ഒക്കെ വെറുതെ ആയി പോയില്ലേ. പിന്നെ ഞാനൊന്നും പറയുന്നില്ല, ജീവിതത്തിൽ പരാജയപ്പെട്ടവരുടെ ഉപദേശം കേൾക്കണ്ടെന്നാണല്ലോ പറഞ്ഞത്. എന്തായാലും നീ ഒന്ന് ചിന്തിച്ച് നോക്ക്, പണം പിരിക്കാൻ പോയതിനാണ് അടി കിട്ടിയത്, അതൊന്ന് ചിന്തിച്ചാലും നിനക്ക് അതിനുള്ള ഉത്തരം കിട്ടും എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നിന്റെ സത്യാമ്മയുടെ ഭരണം ഇതിന് മേലെയാവും, നിന്റെ കുഞ്ഞേച്ചിക്ക് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശാരിക അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ പോണില്ല, അങ്ങനെ ഇപ്പോൾ അയാൾ ജയിക്കേണ്ടെന്നും പറഞ്ഞ് ദേഷ്യത്തിൽ ശ്യാമ പോകുന്നില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ഇതേസമയം അവിടെ സത്യഭാമയുടെ വീട്ടിലെ രാഘവൻ നായരാണെങ്കിൽ ഭാമയും അങ്ങോട്ട് വഴക്ക് പറയുകയാണ്. പിള്ളയും കുഞ്ഞൊക്കെ അടുത്തുണ്ട്, നിനക്ക് സമാധാനമായല്ലോ രോഹിത്തിനെ കൊണ്ടുപോയി അടി മേടിച്ചപ്പോൾ. വിഷ്ണു അല്ല രോഹിത്ത്, പിന്നെ നീ അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ ആൾ തിരിച്ചു തരുന്നത് വിഷ്ണുവിൻ്റെ കൈക്കരുത്തും മനക്കരുത്തും കൊണ്ട് തന്നെയാണ്, അല്ലാതെ സത്യഭാമയുടെ മഹത്വം കൊണ്ടൊന്നുമല്ല എന്നിങ്ങനെ വഴക്ക് പറയുകയാണ്. അന്നേരം പറ്റിപ്പോയി, ഞാൻ വിഷ്ണുവിന് പകരം മറ്റൊരാൾ രോഹിത്ത് അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ വീണ്ടും രാഘവൻ നായർ പറയുന്നുണ്ട്, വിഷ്ണുവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല, വെറുതെ പിന്നെ നീ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇവിടെ ഇറങ്ങിപ്പോയൊരു പെണ്ണുണ്ട്, നീ അത് ആലോചിക്കണം, അതൊരു ആപത്ത് സൂചന തന്നെയാണ്, നമ്മൾ ഭയക്കണം, അവൻ്റെ ജീവിതം പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാമയ്ക്ക് തിരിച്ചൊന്നും പറയാനും അങ്ങോട്ട് സാധിക്കുന്നില്ല. അന്നേരം വിഷ്ണു മോളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, ആരെയും ഭയക്കണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി വരികയാണ്. അന്നേരം പിന്നെ വിഷ്ണു താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, എടാ രോഹിത്തിൻ്റെ കാര്യം എങ്ങനെയാണ്, അവൻ ഈ പണിക്ക് ശരിയാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അമ്മ അതൊക്കെ എങ്ങോട്ട് ശരിയാവും, കൊണ്ടും കൊടുത്തും തന്നെയാണ് ഓരോന്ന് പഠിക്കുന്നത്, ഇപ്പോൾ ഞാൻ തന്നെ എത്ര കേസുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതൊരു വെറും കയ്യാങ്കളി അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, കൊടുത്തും മേടിച്ചൊക്കെ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് പകരമായിട്ട് അല്ലെങ്കിൽ അവൻ ശരിയാക്കി എടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യഭാമയും പറയുന്നുണ്ട്, കേട്ടില്ലേ ഇതേ പറയുന്നത് എന്നിങ്ങനെ വിഷ്ണു പറയുന്നത് ശരിയാവുമെന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ അച്ഛൻ പറയുന്നത് പോലെ അവൻ്റെ കുടുംബജീവിതം ഒന്നും പോയിട്ടൊന്നുമില്ല, അതൊരു ചെറിയ കേസ്, അതിനുള്ള പരിഹാരം ഞാൻ കണ്ടോളാം, ഞാനത് കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, ഇതേ കേട്ടല്ലോ വിഷ്ണു പറയുന്നത്, ഇനി ഇവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം രോഹിത്തിൻ്റെ കുടുംബം പോയി എന്നും പറഞ്ഞ് എൻ്റെ മേൽ കയറരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിങ്ങളതൊന്നും പറയേണ്ട, വഴി ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം രാഘവൻ നായരോട് പിന്നെ സത്യഭാമ പറയുന്നുണ്ട്, പറഞ്ഞതൊക്കെ കേട്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇതൊന്നും ശരിയാവില്ല, നിൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിഷ്ണു ഉള്ളത് കൊണ്ട് ഒന്ന് മാത്രമാണ്, എന്നവൻ മനമെടുത്ത് ഇതിൽ നിന്ന് പിന്മാറുന്നു അന്ന് നിൻ്റെ പൈസ ഇടപാട് നിർത്തിക്കൊള്ളണം, ഇത്രയൊക്കെ ഉണ്ടാക്കിയതൊക്കെ മതി, ഇനി കൂടുതലൊന്നും ഉണ്ടാക്കണ്ട, ഉള്ളതൊക്കെ ആയില്ലേ എന്ന് പറയുകയാണ്. പക്ഷേ ഒരിക്കൽ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭാമയുടെ മുഖം മാറുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടി അവനെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും യാതൊരു കാര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ മതി ഈ ഉപദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ ദേഷ്യപ്പെട്ട് ചടിയും കൊണ്ട് എഴുന്നേൽക്കുകയാണ്. അവൻ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴല്ലേ അപ്പോഴും ബാക്കി നോക്കുകയുള്ളൂ, അവനൊന്നും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി പിള്ളേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സത്യഭാമ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, എത്ര പറഞ്ഞാലും കേട്ടാലും കൊണ്ടാലും ഒന്നും പഠിക്കില്ല, ഇതെവിടെയും ചെന്ന് അവസാനിക്കണമല്ലോ, അവസാനിച്ചല്ലേ മതിയാവൂ, കിട്ടുമ്പം പഠിക്കട്ടെ എന്നും പറഞ്ഞ് രാഘവൻ നായർ ഇരിക്കുകയാണ്. പിള്ളയും പൊന്നിയൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. ഇതേ സമയം ശിവനാണെങ്കിൽ ഡെയ്സി ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഡെയ്സി ഫോൺ എടുത്തിട്ട് എന്താ ഞാൻ ചത്തോ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് വിളിച്ചതാണോ എന്ന്. അന്നേരം നീ പിന്നെ പ്ലാമൂട്ടിലെ യോഹന്നാൻ്റെ മകളല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ്. അന്നേരം എന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നീ പിന്നെ എന്തെങ്കിലും തിരക്കുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൊണ്ടുപോയത് നിൻ്റെ ആങ്ങളയല്ലേ, അപ്പോൾ പിന്നെ വില്ലൻ്റെ മകളെ നായകൻ പ്രേമിക്കുമ്പോൾ ഇത്തിരി കയ്യാങ്കളിയൊക്കെ ഉണ്ടാകും, അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ പോകുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എന്നാലും കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഡെയ്സി ഇങ്ങനെ തിരിച്ച് സംസാരിക്കുന്നുണ്ട്.
അന്നേരം ശിവൻ ചോദിക്കുകയാണ്, ഞാൻ വന്ന് വിളിച്ചാൽ നീ വരുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ പറയുന്നുണ്ട്, എടി പോത്തെ എൻ്റെ കുട്ടികളുടെ അമ്മയാവാനായിട്ട് നീ വരുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഡേയ്സിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. ഡേയ്സിന് മറുപടി പറയാനായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആൻ്റണി വന്ന് ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങുകയാണ്. അന്നേരം അതാദ്യം ശിവൻ അറിയുന്നില്ല. അന്നേരം ആൻ്റണി പിന്നെ ഫോൺ ചെവിയിലേക്ക് വെക്കുന്നുണ്ട്. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ കുട്ടികളുടെ അമ്മയാവാൻ നീ വരുമോ എന്ന്. അന്നേരം ഇതിനുള്ള മറുപടി ഞാൻ പറയണോ അതോ ഇവള് പറയണോ എന്നിങ്ങനെ ആൻ്റണി തിരിച്ചു ചോദിക്കുമ്പോൾ ശിവന് മനസ്സിലാവുന്നുണ്ട് ആൻ്റണി ഫോൺ പിടിച്ചു വാങ്ങിയെന്നുള്ളത്. അന്നേരം ഇവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഡേയ്സിയുടെ ചെവിയിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയടി എന്ന് പറയുമ്പോൾ ഡേയ്സി ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ. അന്നേരം ഡേയ്സി ഒരു കണ്ണ് നോക്കി അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയടി എന്ന് പറയുകയാണ്. ഡേയ്സി ഒന്നും മിണ്ടുന്നില്ല. അന്നേരം കേട്ടല്ലോ അവളുടെ കരണം വെച്ച് ഉള്ള അടി, അത് ഇതുപോലെ ഓരോ മണിക്കൂർ ഇടവിട്ടും നിന്നിൽ നിന്നും അവളെ അടർത്തി മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നീ നമ്മുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ഒരു ഒഴിയ ബാധയാണ്. ബാധ ഒഴിപ്പിക്കാനായിട്ട് സാധാരണ ചൂരലാണ് വേണ്ടത്. പക്ഷേ ഇത് ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇതുപോലെ ഞാൻ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും, നീ ഒഴിയുന്നത് വരെ ഇന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ അപ്പുറത്തോടി പോകുന്നുണ്ട്. അന്നേരം ആരുടെ ഫോണിലെന്ന് ചോദിക്കുമ്പോൾ മാണിക്കോത്ത് ശിവനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആഹാ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ എന്താ വേണ്ടെന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ വരുന്നുണ്ട്. അന്നേരം ഇതൊക്കെ കേട്ട് ശിവനാകെ ഇങ്ങനെ ദേഷ്യത്തിൽ പല്ലൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അന്നേരം അവൻ ഇപ്പോഴും ഇവളെ വിളിച്ചിറക്കി കൊണ്ടുപോകണമെന്ന്, അവൻ്റെ കുട്ടികളുടെ അമ്മയാവാൻ എന്ന് പറയുമ്പോൾ ഈ യോഹന്നാൻ്റെ ഭാര്യ അപ്പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം അവനങ്ങോട്ട് ആകെ തിളച്ച് നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഞാൻ കൂടി രണ്ടെണ്ണം പറയട്ടെ, അതും കൂടി കേൾക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അപ്പാന്നൊക്കെ ഡേയ്സി വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുമ്പോൾ എന്നൊക്കെ ചിരിച്ചൊക്കെയാണ് അത് യോഹന്നാൻ സംസാരിക്കുന്നത്. എന്നിട്ട് ആൻ്റണിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഫോൺ വാങ്ങിയിട്ട് എടാ കൊച്ചിനെ എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ശിവനാകെ ദേഷ്യത്തിൽ മറുതലയ്ക്കുന്നുണ്ട്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ യോഹന്നാൻ്റെ ആ ഒരു സംസാരത്തിനൊക്കെ ശിവൻ നല്ലൊരു മറുപടി കൊടുക്കുമായിരിക്കും. പിന്നീട് അവിടെ ജോൺ എബ്രഹാം ആണെങ്കിൽ എന്തെങ്കിലും പണി ഒപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ആ ഒരു കോളനിയുടെ കാര്യത്തിൽ. പക്ഷേ അതിനു മുമ്പ് മിക്കവാറും ശാലിനി ചാർജ് എടുക്കുമായിരിക്കും. അതോ ഇനി ശിവനൊക്കെ ആണെങ്കിൽ ആ ഒരു മുൻ പ്രമാണമൊക്കെ കൊണ്ടുവന്ന് ഹാജരാക്കുമ്പോൾ ഇനി നിയമത്തിൻ്റെ വഴി തന്നെ പോകും. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ബാക്കി എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. പിന്നെ വിഷ്ണു ശ്യാമയുടെയും രോഹിത്തിൻ്റെയും കാര്യത്തിലുള്ള ആ ഒരു തീരുമാനം എന്താണ് എന്നുള്ളത് മിക്കവാറും വിഷ്ണു പോയി പറയുമായിരിക്കും. പിന്നെ പപ്പിമോള് ശ്യാമയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ശ്യാമ രോഹിത്തിൻ്റെ കൂടെ ജീവിക്കണമെന്നുള്ളത് അതൊരു അവസാന വാക്കെന്നോണം കാണിച്ച് ശ്യാമയ്ക്ക് തിരിച്ചു വരാനേ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്